അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ചേറ്റുവ അബ്ദുൽ ലത്തീഫ് ഹാജി ഇസ്മായിൽ സേട്ട് ധർമ്മസ്ഥാപനം അത് വഖഫ് ചെയ്തിട്ടുള്ളത് അബ്ദുൽ ലത്തീഫ് സേട്ട് ആണ്. അദ്ദേഹത്തിനെ പൊതുവെ ബുഡ്ഡ സേട്ട് എന്നാണ് നാട്ടിൽ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ മകൻ, ഒന്നാമത്തെ മകൻ മുഹമ്മദ് ഖാസൻ, രണ്ടാമത്തെ മകൻ ഹസൻ സേട്ട്, രണ്ടാമത്തെ മകൻ ഹസൻ സേട്ടിന്റെ മകനാണ് ഞാൻ, സുലൈമാൻ സേട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ഫെബ്രുവരി 14 അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടിയിട്ട് ഞാൻ ഈ ട്രസ്റ്റിന്റെ മുത്തവല്ലിയായിട്ട് സ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണ്. ഞാൻ മുത്തവല്ലിയായി സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായിട്ട് വരുന്ന ഒരു നബിദിനമാണ് ഈ മാസം 25 നടക്കാനിരിക്കുന്നത്. ഇന്ന് തീയതി ആഗസ്റ്റ് 12, 2026. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട്, ഈ ട്രസ്റ്റ് എന്ന് പറയുന്നത് ഇത് ഒരു പൊതു വഖഫ് അല്ല, മറിച്ച് ഇത് വഖഫ് അലൽ ഔലാദാണ്. ഇതില് വാഖഫിയുടെ അനന്തരാവകാശികൾക്കാണ്, അവരുടെ ക്ഷേമത്തിനാണ് മുൻഗണന നൽകുന്നത്. എന്നിരുന്നാൽ തന്നെ മറ്റുള്ള വിഷയങ്ങളിലും ഈ ട്രസ്റ്റ് ഇടപെടുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ നബിദിനവുമായി ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഒരു 50 പേരെ ഈ നബിദിന ആഘോഷത്തിന് വേണ്ടി ക്ഷണിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ 25 പേര് ആ ക്ഷണം സ്വീകരിക്കുകയും ബാക്കി 25 ആളുകൾ ഇത് ബിദ്അത്താണ്, അനാചാരമാണ് എന്ന് അവർ എന്നോട് ഉപദേശിക്കുകയും ചെയ്യും. എന്തുകൊണ്ടാണ് ഇത് ബിദ്അത്താണ്, അനാചാരമാണ് എന്നവർ പറയാൻ കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അവിടുത്തെ സഹാബിമാരോ തആബിമാരോ തബഅത്താബിമാരോ മതത്തിന്റെ 4 ഇമാമുമാരോ ഇവരാരും തന്നെ ഇത്തരത്തിൽ ഒരു നബിദിനാഘോഷം നടത്തിയതായിട്ടോ അതിന് പ്രചോദനം നൽകിയതായിട്ടോ ചരിത്രത്തിൽ കാണാൻ കഴിയുകയില്ല. എത്രയെന്നാൽ കഴിഞ്ഞ ഉത്തമ നൂറ്റാണ്ട് എന്ന് പറയുന്ന 300 വർഷം അല്ലെങ്കിൽ 3 തലമുറ ഇത്തരത്തിലൊരു പ്രവൃത്തി നടത്തിയതായിട്ട് ഒരു സ്ഥലത്തും തന്നെ ഇതിന്റെ റെഫറൻസുകളില്ല. അപ്പോൾ 300 വർഷങ്ങൾക്ക് ശേഷം വന്നിട്ടുള്ള ഈ ഒരു ആചാരം, ഇതിന് ദീനിൽ പുതിയതായിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ളതാണ് എന്നാണ് ഇതിന്റെ വീക്ഷണം. അപ്പോൾ ഇതൊരു ബിദ്അത്താണ്, ഇതൊരു അനാചാരമാണ്. ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നതിൽ നിന്ന് എന്നെ വിട്ടുനിൽക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം, വേറൊരു ഘടകം കൂടിയുണ്ട്. ആ ഘടകം എന്തെന്നാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഹദീസാണ് നുഅ്മാൻ ബിൻ ബഷീറിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നത്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഹലാൽ വ്യക്തമാണ്, ഹറാം വ്യക്തമാണ്, രണ്ടിനും ഇടയിലുള്ളതാണ് സംശയാസ്പദമായ കാര്യങ്ങൾ. ഈ സംശയാസ്പദമായ കാര്യങ്ങളിൽ നിന്ന് തീർച്ചയായും മുഴുവനായും വിട്ടു നിൽക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യവിശ്വാസികളോട് കൽപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ 50 പേരെ ഞാൻ ഈദ് മിലാദിന് വേണ്ടിയിട്ട്, നബിദിനത്തിന് വേണ്ടി ക്ഷണിക്കുമ്പോൾ 25 പേര് അതിനെ അനുകൂലിക്കുകയും 25 പേര് അതിനെ പ്രതികൂലിക്കുകയും ചെയ്യുമ്പോൾ ഇത് തീർച്ചയായും സംശയാസ്പദമായ കാര്യമല്ലേ? അങ്ങനെ സംശയാസ്പദമായ കാര്യത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ കൽപ്പിച്ചിട്ടില്ലേ? ആ കൽപ്പന ശിരസ വഹിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. എന്തുകൊണ്ടെന്നാൽ, നിങ്ങളിൽ ആരും തന്നെ മുഅ്മിനാവുകയില്ല. എത്രയെന്നാൽ ഞാൻ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മാതാവിനേക്കാളും പിതാവിനേക്കാളും നിങ്ങളുടെ സന്താനങ്ങളെക്കാളും നിങ്ങളുടെ ബിസിനസിനേക്കാളും മറ്റെന്തിനേക്കാളും ഞാൻ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവനാകുന്നത് വരെ നിങ്ങൾ മുഅ്മിനാവുകയില്ല. സഹോദരങ്ങളെ, ഞാനൊരു മുഅ്മിനായിട്ട് ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞെടുത്ത് നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിലൊന്നും കൂട്ടാനോ അതിലൊന്നും കുറക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അനാചാരത്തിന് വേണ്ടി ഈ ട്രസ്റ്റിന്റെ മുത്തവല്ലി എന്ന നിലയ്ക്ക് ഞാൻ അതിന് അനുവാദം നൽകുകയില്ല. إنما يعمر مساجد الله من آمن بالله واليوم الآخر وأقام الصلاة وآتى الزكاة ولم يخش إلا الله فعسى أولئك أن يكونوا من المهتدين.
വലം യഖ്ശ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരാളെയും ഭയപ്പെടരുത്. ആര് ഭയപ്പെടരുത്? അള്ളാഹുവിന്റെ പള്ളികൾ പരിപാലിക്കേണ്ടത്, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും അള്ളാഹു അല്ലാതെ യാതൊന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്യുന്നവർ മാത്രമാണ്. ആരെങ്കിലും എപ്പോഴും പേടിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവന്റെ സത്യവിശ്വാസം പോയി. കാരണം അവൻ അള്ളാഹു പറഞ്ഞിരിക്കുന്നതാണ് അവനോട് നീ ഭയപ്പെടരുത് എന്നുള്ളത്. അപ്പോൾ വഖഫ് സംരക്ഷിക്കുന്നവരും അള്ളാഹുവിന്റെ പള്ളികൾ സംരക്ഷിക്കുന്നവരും അവർ അള്ളാഹു അല്ലാതെ മറ്റൊരാളെയും ഭയപ്പെടാൻ പാടില്ല എന്നവർ മനസ്സിലാക്കേണ്ടത് ഞാനിവിടെ സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ഇതിനോടൊപ്പം ഒരു കാര്യം കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം അത് കൊല്ലത്തിൽ ഒരു പ്രാവശ്യമല്ല വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബിമാർ ചോദിക്കപ്പെട്ടു, പ്രവാചകരെ അങ്ങെന്താണ് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പെടുക്കുന്നത് എന്ന് ചോദിക്കുകയുണ്ടായി. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞത്, ഞാൻ ജനിച്ചത് തിങ്കളാഴ്ചയാണ്, അതുകൊണ്ട് ഞാൻ തിങ്കളാഴ്ച നോമ്പെടുക്കുന്നു. കണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നവർ, നബിദിനം നടത്താൻ ആഗ്രഹിക്കുന്നവർ എല്ലാ തിങ്കളാഴ്ചയും നോമ്പെടുക്കണം. ഇതാണ് നബിദിനം. വ്യാഴാഴ്ചയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ഒരു മുഅ്മിന്റെ അമലുകൾ, ഒരു സത്യവിശ്വാസിയുടെ അമലുകൾ, ഒരു മനുഷ്യന്റെ അമലുകൾ ആരും ആയിക്കോട്ടെ, അത് അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത്, അള്ളാഹുവിലേക്ക് കാണിക്കുന്നത് എല്ലാ വ്യാഴാഴ്ചകളിലുമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് റളിയല്ലാഹു അൻഹും അജ്മഈൻ ചോദിക്കുകയാണ്, മാകാന അബ്ദൻ ശകൂറ, ഞാൻ നന്ദിയുള്ളൊരു അടിമയായിരിക്കേണ്ടതല്ലേ? സഹോദരങ്ങളെ, നമ്മൾക്ക് നന്ദിയുള്ളൊരു അടിമയായിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തിങ്കളാഴ്ചകളിൽ നോമ്പെടുക്കണം, വ്യാഴാഴ്ചകളിൽ നോമ്പെടുക്കണം. നിങ്ങൾക്കറിയുമോ, ഏകദേശം 7 വർഷങ്ങൾക്ക് മുൻപ് ഖത്തറിൽ ഞാൻ താമസിക്കുന്ന വീടിനടുത്തുള്ള പള്ളിയിൽ അന്ന് ഒരു നബിദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ അവിടെ മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം ഭക്ഷണത്തിന്റെ കിറ്റ് വിളമ്പുകയുണ്ടായി, ബിരിയാണി. ആ പ്രവൃത്തി അന്ന് 7 വർഷം മുമ്പ് തുടങ്ങിയത് ഇന്നും ഏകദേശം 70 പേർക്കുള്ള ഭക്ഷണം, ചില ദിവസങ്ങളിൽ ബിരിയാണി ആയിട്ടും ചിലപ്പോൾ മന്തിയായിട്ടും ചിലപ്പോൾ മജ്ബൂസായിട്ടും ഞങ്ങൾ അവിടെ എല്ലാ തിങ്കളാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും കഴിഞ്ഞ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും വരെ അൽഹംദുലില്ലാഹ് ഞങ്ങൾ ഇവിടെ വിതരണം ചെയ്തിട്ടുണ്ട്. ഇത് ഞാനിവിടെ പറയാൻ കാരണം, ഖത്തറിലുള്ള ഞാൻ താമസിക്കുന്ന വീടിനടുത്തുള്ള പള്ളിയിൽ ചേറ്റുവാരായിട്ടുള്ള പല വ്യക്തികളും അവിടെ വന്നിട്ട് ഭക്ഷണം വിളമ്പുന്ന വിഷയത്തിൽ സഹായിക്കാനൊക്കെ അവിടെ വരാറുണ്ട്. എന്തുകൊണ്ട് ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള കാരണം എന്തെന്നാൽ, നമ്മുടെ പള്ളി ഇൻഷാ അല്ലാഹ് അതിന്റെ പ്രവർത്തനം ഇപ്പോൾ തുടങ്ങുകയാണ്. ഇൻഷാ അല്ലാഹ് ഒരു കൊല്ലത്തിനകം ഈ പള്ളി നമ്മളത് മുഴുവനാകുമെന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ നമ്മുടെ പള്ളി മുഴുവനായി കഴിഞ്ഞാൽ ഞാൻ അവിടെ ഖത്തറിൽ ചെയ്യുന്ന അതേപോലെ ഇവിടെ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും വിപുലമായ ഒരു നോമ്പ് തുറ നമ്മുടെ പള്ളികളിൽ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം നമുക്ക് എല്ലാ തിങ്കളാഴ്ചയും ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം ലഭിക്കുകയാണ്. അതിനേക്കാളൊക്കെ ഉപരി അവിടെയുള്ള നാട്ടുകാർക്ക് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പെടുക്കാനുള്ള പ്രചോദനം കൂടിയാവുകയാണ്. നമ്മൾ പള്ളിയിൽ അനൗൺസ് ചെയ്യുന്നത്, സഹോദരങ്ങളെ, ഇന്ന് തിങ്കളും വ്യാഴവും നോമ്പെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ വിപുലമായൊരു നോമ്പ് തുറ ഞങ്ങളുടെ പള്ളിയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ചില ആളുകൾ നോമ്പെടുക്കാതെ തന്നെ വന്നിട്ട് കഴിച്ചിട്ട് പോകും. നമുക്കതിന് വിരോധമൊന്നുമില്ല, ദിയാർ വെൽക്കം, അവർ വരട്ടെ, തിന്നിട്ട് പോട്ടെ. പക്ഷേ അവർക്ക് നോമ്പെടുക്കാനുള്ള പ്രചോദനം കൂടി ഇതിലുണ്ടാവും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയിൽ നമ്മൾ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് തുറ വിപുലമായി നടത്തുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇതാണ് സഹോദരങ്ങളെ ശരിയായിട്ടുള്ള നബിദിനം എന്ന് പറയുന്നത്. നബിയോടുള്ള സ്നേഹം ഒരു സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം കാണിച്ച് ഈ കാട്ടിക്കൂട്ടിലോടുകൂടി അവസാനിപ്പിക്കലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കണം. നമ്മുടെ മനസ്സുകളിൽ നമ്മുടെ ഓരോ
സ്പന്ദനങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ജീവിക്കണം. നബിയോടുള്ള സ്നേഹം അങ്ങനെയാണ് നമ്മൾ നിലനിർത്തേണ്ടത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹുവെ, സത്യം സത്യമായി കണ്ടെത്താനും അതിൽ ഉറച്ചു നിൽക്കാനും തെറ്റ് തെറ്റായി കണ്ടെത്താനും അതിൽ നിന്ന് വിട്ടു നിൽക്കാനും അള്ളാഹുവെ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. ഒരു ആശയസമന്വയം എന്ന നിലക്ക് വാർഷികമായി നബിദിനം ആഘോഷിക്കുന്നവർ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ആയി വരികയാണെങ്കിൽ അന്നേ ദിനം എല്ലാവരും നോമ്പെടുക്കുകയും പകൽ ഭക്ഷണം ഉപേക്ഷിക്കുകയും രാത്രി നോമ്പ് തുറക്കുന്ന സമയം മാത്രം ഭക്ഷണം വിതരണം ചെയ്യുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമായിരിക്കും. നബിദിനം റബീഉൽ അവ്വൽ 12 തന്നെയാണോ, അതുപോലെ അന്നേ ദിനം നബി മരിച്ച ദിനം കൂടിയാണോ എന്നുള്ള സംശയങ്ങളൊക്കെ നിലനിൽക്കെ തന്നെയാണ് ഇങ്ങനെ ഒരു ആശയം പറയുന്നത്. ما دعا لله